ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിസ്മിത് വിഷൻ. സോ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് +1 റീവാലുവേഷൻ, സ്ക്രൂട്ടിനി, അതുപോലെ ഫോട്ടോ കോപ്പിക്കൊക്കെ കൊടുക്കേണ്ടതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് നാളെയാണ്. ജൂൺ 4 വരെയാണ് നമുക്കത് കൊടുക്കുവാൻ സാധിക്കുന്നത്. ആൻഡ് ഇപ്പോൾ A+ ഒരു സബ്ജക്റ്റിന് കിട്ടിയ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുക. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റിന് ഇപ്പോൾ ഇംഗ്ലീഷ് എടുക്കാം. ഇംഗ്ലീഷിൽ 100ൽ ഇപ്പോൾ 90 above A+ ആണ്. ഇപ്പോൾ 92 ഉണ്ടെന്ന് വിചാരിക്കുക. ഇപ്പോൾ നിങ്ങൾ ഓർക്കുന്നു എനിക്ക് 90 ഒരു 4 അല്ലെങ്കിൽ 96 മാർക്സൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടായിരുന്നു ഞാനത് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് അവിടെ ഒരു 91 മാർക്കായിപ്പോയി. സോ കുഴപ്പമില്ല, A+ കിട്ടുമല്ലോ എന്ന് ഓർക്കുന്നുണ്ടാവും. പക്ഷേ പ്രശ്നമെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ ആ സബ്ജക്റ്റിന് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ആ +2 ആകുമ്പോൾ ആ സബ്ജക്റ്റ് നിങ്ങൾക്ക് കുറച്ച് ഇതാവും, അത് ഗ്രേഡിനെ അത് എഫക്റ്റ് ചെയ്യും. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ +2ന് നല്ല മാർക്ക് വാങ്ങേണ്ടി വരും A+ ആക്കാൻ. ഇപ്പോൾ +2ലൊക്കെ മിക്ക പിള്ളേർക്കും ഇംഗ്ലീഷിനൊക്കെയാണ് അവരുടെ ഗ്രേഡൊക്കെ പോകുന്നത്. സോ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് മാർക്ക് ഇൻക്രീസ് ആകാൻ ചാൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അത് കൊടുക്കുക. അറിയാമല്ലോ, ഇപ്പോൾ +2ന് നമുക്കിപ്പോൾ 180 വേണം. ഇപ്പോൾ ലാംഗ്വേജ് സബ്ജക്റ്റ് സബ്ജക്റ്റിനും A+ ആകാൻ വേണ്ടി. സോ ഇപ്പോഴേ നമ്മളത് കാൽക്കുലേറ്റൊക്കെ ചെയ്ത് വെക്കണം. +2ന് ഇപ്പോൾ ഇംഗ്ലീഷിന് എത്ര മാർക്ക് വേണ്ടി വരും. ഇപ്പോൾ കുറേ റിസൾട്ട്സിലൊക്കെ ഉണ്ട് 179 എന്നൊക്കെ വരെ റിസൾട്ട് മാർക്കൊക്കെ ഉണ്ട്. സോ അങ്ങനെയൊക്കെ നമ്മൾ നേരത്തെ പ്രിപ്പയർഡ് ആയിരിക്കണം, എത്ര മാർക്ക് വാങ്ങണം. സോ ഇപ്പോൾ 2-3 മാർക്കല്ല പോട്ടെ എന്നോർത്ത് നിങ്ങളത് കളയരുതും. നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെന്തായാലും കിട്ടണം ആ മാർക്ക്. ആൻഡ് ദാറ്റ്സ് യുവർ ഡിസിഷൻ. നിങ്ങൾ എഴുതിയിട്ടുള്ളവർ അങ്ങനെ കൊടുക്കുക, ഇല്ലാത്തവർ കൊടുക്കുക. നമുക്കടുത്ത ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിന് നമുക്ക് സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ. ആൻഡ് അതുപോലെ തന്നെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനെ പറ്റി പുതിയ അപ്ഡേറ്റൊക്കെ വരികയാണെങ്കിൽ ഞാൻ ചാനലിലുടൻ തന്നെ ഷെയർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ ഇനി ഈ റീവാലുവേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ റിസൾട്ടിൻ്റെ കാര്യമൊക്കെ ഇതിന് ശേഷമുള്ള വീഡിയോസിലൊക്കെ ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റു വിദ്യാർത്ഥികളിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ആയിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക.